നാളെ എൻ്റെ ഒക്കെ ട്രീറ്റ് ആണേ. അത് നിന്റെ കൊച്ചാ? നാളെ മുതൽ 5 ജോലിക്ക് പോവല്ലേ? ട്രീറ്റ് പുറത്തുനിന്നാണോ വീട്ടിൽ വെച്ചാണോ കൊച്ചാ? ട്രീറ്റ് ഇവിടെ അല്ല, വേണമെങ്കിൽ പുറത്തു പോവാം. 5 പറയുന്ന പോലെ. ഒരുപാടൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ജോലിയല്ലേ. കുട്ടികൾ പറയുന്ന സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ ട്രീറ്റ്. മോഹനേട്ടനൊന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ച ആരാ ജോലിക്ക് പോണെന്ന്? അമ്മ ഒരാൾക്കല്ലേ അവസരമുള്ളൂ, 5 പോട്ടെ. അതിന് ആവണി സമ്മതിച്ചാ? ഞാൻ ജോലിക്ക് പോകുന്നതിന് എന്തിനാ മേഡത്തിയുടെ സമ്മതം? ഏട്ടത്തിയുടെ സമ്മതമൊന്നും ആവശ്യമില്ല. പക്ഷെ ഈ ജോലിക്ക് നീ പോകുന്നില്ല. അത് ഏട്ടത്തി മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? തൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി. പ്രകാശ് ഏട്ടാ, ഇത് ഭയങ്കര ഓവറാണ് കേട്ടാ. ഏട്ടത്തിക്ക് ഇന്നും പറഞ്ഞു കൊണ്ടുവന്ന ജോലി ഒന്നല്ലേ ഇത്. താല്പര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ അവള് പോട്ടെ ആവണി. നീ എന്തായാലും PSC എഴുതുന്നുണ്ടല്ലോ. അമ്മ ഇവള് ആഗ്രഹിച്ച് ആറ്റുനോറ്റ് കിട്ടിയ ജോലിയാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ചേനെ. പക്ഷെ ഇവള് ഇതിനോട് വാശി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാ. വാശിക്ക് വാശി അങ്ങനെ തന്നെ കൂട്ടിക്കോ. 5 ഈ ജോലിക്ക് പോയിരിക്കും. ഒരു 2 പേരും നിർത്തണ്ട. കുറെ നേരെ ഈ സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് ജോലിയൊന്നുമല്ല, കുറച്ച് ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. ഇനി ഇതും പറഞ്ഞു വഴക്കുണ്ടാക്കി രണ്ടുപേർക്ക് പിരിഞ്ഞു പോകാനുള്ള പരിപാടി. ഇതിനിപ്പോ എങ്ങനെ ഒരു പരിഹാരം കാണും കേട്ടാ. ഇതിപ്പോ 2 പേർക്ക് 2 അഭിപ്രായമുള്ള സ്ഥിതിക്ക് നമുക്ക് ഭൂരിപക്ഷം നോക്കാം. അതൊന്നും വേണ്ട, അത് ശരിയാവില്ല. എന്താ ശരിയാവത്തെ? ഇത്രയും ഗൗരവമുള്ള കാര്യം ഭൂരിപക്ഷം നോക്കിയാണോ ചെയ്യണേ? എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഒന്നെങ്കിൽ ടോസ് ഇടാം, അല്ലെങ്കിൽ 2 പേരെ പേരെഴുതി നമുക്ക് ലോട്ടിടാം. 6 പേര് കിട്ടുന്നു, അവര് ജോലിക്ക് പോട്ടെ. സിമ്പിൾ. എടി വീണ്ടും വരും അവിടെ. അല്ല, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. നല്ല ഐഡിയ ആണ്. നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. 2 പേരുടെയും പേരെഴുതുന്നു, 6 പേര് വരുന്നു, അവര് ജോലിക്ക് പോകുന്നു. എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ പറയുകയാണ്, ഇതാണ് നമ്മുടെ തീരുമാനം. അമ്മ എന്ത് പറയുന്നു അത് ഞാൻ അനുസരിച്ചോളാം. അമ്മ ഞാനും അമ്മ പറയുന്ന പോലെ സമ്മതിച്ചോളാം. എടാ മോഹന, ചെല്ല്, പേപ്പർ എടുത്ത് 2 പേരുടെയും പേരെഴുതി വേഗം കൊണ്ടുപോവാ. ഇപ്പൊ തീരുമാനിക്കാം. ലോട്ടിടുമ്പോ കുഞ്ഞമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം എന്റെ കൂടിയാ, എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് തന്നെ നറുക്ക് വീഴും. അഥവാ അമ്മയുടെ പേര് കിട്ടിയില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നു പറ അമ്മ. നീ എന്റെ മോള് തന്നെയാണോ? എടി നിനക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിലേ കൊച്ചിനെ നിറകലല്ല തീർക്കേണ്ടത്. നിങ്ങൾ 2 പേരും ഒന്നും മിണ്ടാതിരിക്കോ? അതെ, 2 പേരുടെയും പേരെഴുതിയിട്ടുണ്ട്. ഇതില് 2 ഏട്ടത്തിയുടെ പേരാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന്റെ ആവശ്യം നീ മോഹനില്ല. എനിക്ക് പരിശോധിക്കണം. പരിശോധിച്ചു. ആരാന്ന് വെച്ചാൽ അതെ, ഇതിൽ 5 എഴുതിയേക്കുന്നേ. നിന്റെ സംശയം തീർന്നോ? ഇതിൽ 2 എന്റെ പേര് എഴുതേണ്ട കാര്യമൊന്നും എന്റെ മോനെണ്ണില്ല. ഇങ്ങോട്ട് താമസം.